ഹായ് ആർമി, ഞാൻ ചൂസനി വണ്ടീൻ്റെ 20th എപ്പിസോഡായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ എപ്പിസോഡ് കുറച്ച് ലേറ്റായെന്ന് എനിക്കറിയാം. കാര്യം ക്രിസ്മസിൻ്റെ 10 ദിവസം അവധിക്ക് എനിക്ക് 7 days ക്യാമ്പ് ഉണ്ടായിരുന്നു LSSൻ്റെ. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നത് തന്നെ 25-ാം തീയതി ക്രിസ്മസിൻ്റെ അന്ന് ഒരു ഉച്ചയൊക്കെ ആയപ്പോഴാണ്. അപ്പോൾ വന്നത് തന്നെ പനിയും പിടിച്ചുകൊണ്ടാണ്. പിന്നെ ഇത്ര ദിവസത്തെ ഉറക്ക ക്ഷീണവും ഉണ്ടായിരുന്നു. അതെല്ലാം കൂടെ ബാക്കിയുള്ള ദിവസങ്ങൾ മുഴുവൻ ഉറങ്ങി തീർക്കുമായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഓക്കെ ആയ ശേഷമാണ് ഞാനിപ്പോൾ ഈ വീഡിയോ തട്ടി കൂട്ടുന്നത്. പിന്നെ കുറച്ച് പേര് എന്നോട് മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എപ്പിസോഡ് എന്ത് അവരോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്ത എപ്പിസോഡ് ഡോണ്ട് ലിവ് എനിവെയറിൻ്റെ ആയിരിക്കും. അത് ഞാൻ ചൂസ് ചെയ്യുന്നുണ്ട്, അങ്ങനെ ആയിരിക്കും. പിന്നെ ഈ മാസം എനിക്ക് ഫസ്റ്റ് ഇയറിൻ്റെ കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം ഉണ്ട്. അപ്പോൾ ഞാൻ 2-3 എഴുതുന്നുണ്ട്. അപ്പോൾ അതിന് പഠിക്കണം. പിന്നെ എൻ്റെ കോളേജിലെ യൂത്ത് ഫെസ്റ്റിവലാണ്. അതിപ്പോൾ ഞാൻ കുറച്ച് പ്രോഗ്രാമിന് പേര് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പ്രാക്ടീസും ഉണ്ട്. അപ്പോൾ എപ്പിസോഡ് എന്തായാലും 2 കാണും, പക്ഷെ കുറച്ച് ലാഗ് വരും. അപ്പോൾ നിങ്ങളോട് എപ്പിസോഡ് ഉണ്ടെങ്കിൽ ചോദിച്ചുകൊണ്ടിരിക്കലും എന്തായാലും എപ്പിസോഡ് ഞാൻ ഇടും. അപ്പോൾ ശരി, എല്ലാവരും എപ്പിസോഡ് കണ്ടു ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക്, കമൻറ്റ് എന്തായാലും ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ്. നിനക്ക് എന്താടാ പറ്റി? നീ കാര്യം പറ. എനിക്കറിയില്ല സിധു, എനിക്ക് എന്താ പറ്റിയെന്ന്. നീ ഇങ്ങനെ ഓരോന്ന് മനസ്സിൽ വെച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞ ഞാൻ എന്ത് മനസ്സിലാക്കാനാ? നീ കാര്യം പറ സിധു. അത് ഐ ലവ് ഇറ്റ് മീനു. ഇത്രയും കാലം എനിക്കത് മനസ്സിലാക്കാൻ പറ്റിയില്ല. പക്ഷെ ഇപ്പോൾ അവൾ മറ്റൊരാളുടെ ഭാര്യയായപ്പോ എനിക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. സിധു, നിനക്കറിയോ, കുഞ്ഞുനാൾ തൊട്ട് അവളെ ഏതെങ്കിലും ആണ് നോക്കിയ അവളെ പുറകെ നടന്ന അതെനിക്ക് ഇഷ്ടമല്ലായിരുന്നു. ഒരു തവണ നടന്നവൻ രണ്ടാമത് നടക്കില്ല, നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ അത്രയ്ക്കും പോസസീവായിരുന്നു അവളുടെ കാര്യത്തിൽ. അത് എന്തുകൊണ്ടായിരുന്നു എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ആർക്കും കൊടുക്കാതെ സൂക്ഷിച്ച് വെച്ചതാ ഇത്രയും കാലം. അപ്പോഴോ അർജുൻ, അവനെ കൊല്ലാനുള്ള ദേഷ്യം എനിക്കുണ്ടായിരുന്നു. പക്ഷെ അവൾക്ക് അവനെ അത്ര ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് മാത്രം ഞാൻ ഒന്നും ചെയ്യാതിരുന്നത്. അപ്പോഴും എനിക്ക് ഇങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല. പക്ഷെ അവള് പാർത്തിനെ കല്യാണം കഴിച്ചപ്പോ, അവന്റെ ഭാര്യയായപ്പോ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്റെ ഫീലിങ്സ്. ഞാൻ എന്താ ഇത്രയും കാലം ഇതൊന്നും മനസ്സിലാക്കാതിരുന്നത്? ഫൈനലി നീ അത് മനസ്സിലാക്കി. എനിക്കിതിനെ പറ്റി നേരത്തെ ഡൗട്ട് ഉണ്ടായിരുന്നു. ഞാനത് കാരനോട് പറയുകയും ചെയ്തതാ. ഞങ്ങൾ പിന്നെ നിന്നോട് പറയാതിരുന്നത്, ഞങ്ങളത് പറഞ്ഞാൽ നീ ഇത് അംഗീകരിച്ച് തരാൻ പോകുന്നില്ല. അതുകൊണ്ട് നീ തന്നെ അത് മനസ്സിലാക്കട്ടെ എന്ന് കരുതി. പക്ഷേ നീ കല്യാണത്തിന് മുമ്പ് അത് മനസ്സിലാക്കുമെന്ന് എനിക്കൊരു ഹോപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും നടന്നില്ലല്ലോ. ഓ, അപ്പൊ ഞാൻ മാത്രം ഒന്നും മനസ്സിലാക്കാതിരുന്നത്. എങ്ങനെ മനസ്സിലാക്കാനാ? കുഞ്ഞുനാളോട്ട് ഇപ്പൊ വരെ പാർട്ട്ണറുള്ള ദേഷ്യവും വാശിയും വൈരാഗ്യത്തിന്റെയും പുറത്താണ് ഞാൻ ജീവിച്ചത്. ചുറ്റുമുള്ള ഒന്നും എനിക്ക് കാണാൻ പറ്റിയില്ല. അവളെ പോലും, അവളോടുള്ള എന്റെ പ്രണയം പോലും. ഇപ്പൊ ആ ദേഷ്യത്തിനും വാശിയിലും വൈരാഗ്യം എല്ലാം കാരണം എന്റെ മീനു, അവളുടെ ലൈഫ് എല്ലാം ഞാൻ കാരണം. പാർത്തോട് ഞാൻ ചെയ്തതിന്റെ പ്രതികാരം വീട്ടാൻ വേണ്ട അവൻ എന്റെ മീനുവിന് എല്ലാം ഞാൻ കാരണം. ത്രിലോ, കഴിഞ്ഞു പോയ കാര്യങ്ങളെ പറ്റി വിഷമിച്ചിട്ട് ഇപ്പൊ എന്ത് കിട്ടാനാ? മേ ബി ഇങ്ങനെയൊക്കെ നടക്കണമെന്ന് വല്ല വിധിയായിരിക്കും. കാര്യം പാർത്തിന് മീനു നിനക്ക് ലച്ചു ദൈവം വിധിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ നടന്നത്. നീ ആവശ്യമില്ലാത്തൊക്കെ വിട്. എപ്പോഴും നമ്മൾ സ്നേഹിക്കുന്നത് നമുക്ക് കിട്ടണമെന്നില്ല. നിനക്ക് വിധിച്ചതും ലച്ചുവാ. നീ അവളുടെ കൂടെ എല്ലാ പ്രശ്നം വേണ്ടെന്ന് വെച്ച് ജീവിക്കാൻ തുടങ്ങുക. 1, 2, 3 വർഷം കൊണ്ട് നിങ്ങളുടെയൊക്കെ ഇടയിൽ പ്രശ്നങ്ങളെല്ലാം തീരും. എല്ലാവർക്കും ഹാപ്പിയായിട്ട് ജീവിക്കാൻ പറ്റും. പക്ഷെ നീ അത് വിചാരിക്കണം. എനിക്ക് ദൈവം ലച്ചുവിനെ വിധിച്ചിരിക്കണമെന്ന് ആരാ പറഞ്ഞത്? എനിക്ക് ദൈവം മീനുവിനെ വിധിച്ചെങ്കിലോ? അങ്ങനെ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ആക്കിയിരിക്കും. അവൾ എന്റെയാ, എന്റെ മാത്രം. അവളെ ഞാൻ പാർട്ടിൽ നിന്ന് അകറ്റിയിരിക്കും എന്നേക്കുമായി.
ത്രിലോക്, നീ എന്താ ഈ പറയുന്നത്? പാർത്തിൻ്റെ മീനുനെ കല്യാണം കഴിഞ്ഞു, അവര് ഭാര്യയും ഭർത്താവുക. അതിനിപ്പോ എന്താ? കല്യാണം കഴിച്ച് രണ്ട് ഡിവോഴ്സ് ആക്കാറില്ലേ? ഇല്ല സിത്തു, ഇഷ്ടമല്ലാത്തവർ ഒരുമിച്ച് ജീവിക്കണ്ട, അതാ നല്ലത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞ കാര്യം ചെയ്യാൻ പോകുന്നത് തന്നെയാ. കിച്ചണിലേക്ക് വരുന്ന മീനുനെ നോക്കി നിൽക്കുന്ന ഊർമിളയും നിർമ്മലയും രമ്യയും. അമ്മ അമ്മ എന്താ ഞാൻ അമ്മനെ വിളിച്ചിട്ട് എന്നോടൊന്നും മിണ്ടാത്തെ? രമ്യ നിന്നോട് എന്ത് മിണ്ടാനാ മീനു? മീനു, ഇന്നലെ രാത്രി നിന്നോട് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഇന്നലെ സീരിയസ് ആയിട്ട് എടുത്ത് അതുപോലെ തന്നെ ചെയ്യുമെന്ന് ഞങ്ങൾ കരുതി. അത് ഞങ്ങളുടെ തെറ്റുതാനാ, ഞങ്ങൾക്കിപ്പം മനസ്സിലായി. നിർമ്മലം എന്താ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഞാനെന്താ പറഞ്ഞു നിനക്ക് മനസ്സിലായി? എന്നാ നിനക്ക് മനസ്സിലാകുന്ന പോലെ ഞാൻ പറഞ്ഞു തരാം. പാർത്ത് ഇന്നലെ എവിടെ കിടന്നുറങ്ങിയത്? ഇതും നിനക്കറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. പാർത്ത് ഇന്നലെ കിടന്നുറങ്ങിയത് ഗസ്റ്റ് റൂമിലാണ്. മീനു, നിന്റെ മാരേജ് നന്നായിട്ട് മുന്നോട്ട് പോകണമെന്ന് ഞങ്ങൾ വിചാരിക്കും. നീ എന്താ വിചാരിക്കാത്തത്? ഞാൻ പാർത്തിനോടൊന്നും പറഞ്ഞില്ല. ഇപ്പൊ വരാന്ന് പറഞ്ഞു പോയത്, പിന്നെ എന്റെ റൂമിലേക്ക് വരാതെ എനിക്കറിയില്ല. ഒന്നും പറഞ്ഞില്ല. മീനു, നീ കൂടുതലൊന്നും പറയണ്ട. ഇനി പാർത്ത് നിങ്ങളുടെ റൂമിന്റെ വെളിയിൽ കിടന്ന് ഞാൻ അറിയിച്ചിരുന്നു. മീനു, കണ്ണു തുടച്ചിട്ട് ഈ ചായ കൊണ്ട് പാർത്തിന് കൊണ്ട് കൊടുക്ക. മീനു ചായയും മേടിച്ച് തിരിഞ്ഞതും ലച്ചു അങ്ങോട്ട് വന്നു. ലച്ചു മീനുവിനെ നോക്കി, മീനു ലച്ചുവിനെ നോക്കി. മീനു വന്നിട്ട് അവിടെ നിന്ന് പോയി. ലച്ചു, നീ വന്നോ? ത്രിലോകിന് ചായ ഇവിടെ ഇരിപ്പുണ്ട്, നീ ഇതവനെ കൊണ്ട് കൊടുത്തേക്ക്. ആ ചേട്ടാ, ചേട്ടൻ എന്തേ പറയുന്ന? ത്രിലോകൻ അങ്ങനെയൊക്കെ പറഞ്ഞു? ആടാ, അവൻ അങ്ങനെയൊക്കെ പറഞ്ഞു. അവൻ എന്ത് ഭാവിച്ചാന്ന് എനിക്കറിയത്തില്ല. ഓ, ഇതൊക്കെ എവിടെ ചെന്ന് നിൽക്കുന്നു ദൈവത്തിനറിയാം. ദേ, ഞാനിവിടെ ചായ എടുത്ത് വെക്കുന്നുണ്ട്, എടുത്ത് കുടിക്കാൻ നോക്ക്, എന്നിട്ട് റെസ്റ്റ് എടുക്കും. ഇന്നലെ നൈറ്റ് ഫസ്റ്റ് നൈറ്റ് ആഘോഷിച്ച കാരണം കിടന്ന് ഉറങ്ങാൻ പറ്റില്ലല്ലോ അല്ലേ? കൊള്ളാം, എനിക്കിഷ്ടായി. ഞാൻ അവനോട് പറഞ്ഞത് മുഴുവൻ നീ കേട്ടല്ലേ? ഞാൻ അവനോട് പറഞ്ഞത് മോൾക്ക് ഇഷ്ടായില്ലെന്ന് തോന്നുന്നു. എന്തായാലും പാർത്തിന്റെ മുഖന്ന് കണ്ടു തന്നെയായിരുന്നു. പിന്നെ ഞാൻ അവനോട് പറഞ്ഞതൊക്കെ ഇന്ന് നമുക്കിരുന്നങ്ങ് കൂടിയാലോ? ഞാൻ റെഡിയാ. പാറത്തിന് ചായയുമായി റൂമിലേക്ക് വരുന്ന മീനു. ഞാനിതെന്തായി കേൾക്കുന്നത്? എൻ്റെ ചെവിക്ക് വല്ല പറ്റിയതാണോ? വിശ്വസിക്കാൻ പറ്റുന്നില്ല. വർഷങ്ങൾക്ക് ശേഷം നിന്റെ വായിനിങ്ങനെ കേട്ടിട്ട്. എന്തായാലും എനിക്കങ്ങ് ഇഷ്ടായി. ഓ, നീ എൻ്റെ ചായ കൊണ്ടുവന്നോ? എന്താ മീനാക്ഷി, നിന്റെ ത്രിലോകേട്ട നിന്റെ കാര്യം ഓർത്തപ്പോ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അവന് നല്ല പേടിയുണ്ട്. ഞാൻ അവരോട് ദേഷ്യം തീർക്കാൻ വേണ്ടി നിന്നെ വല്ല ചെയ്യുന്നു. ഈ കാര്യം തെറ്റു പറയാൻ പറ്റില്ല. അവൻ ചിന്തിക്കുന്നതൊക്കെ ശരിയാണ്. മീനാക്ഷി, നീ പറ, അവനെനിക്ക് ഇത്ര ഉണ്ടാക്കിയിട്ട് ഞാൻ ഇതൊന്നും ചെയ്യാതിരിക്കും ശരിയാണോ? അവനിട്ട് കൊള്ളണമെങ്കിൽ നിന്നെ എന്തെങ്കിലും ചെയ്യണം. നിന്നെ എന്തെങ്കിലും ചെയ്താൽ അവൻ്റെ നന്നായിട്ട് കൊള്ളും. അതുകൊണ്ട് ഞാൻ നിന്നെ എന്തെങ്കിലും ചെയ്യുന്നതിൽ തെറ്റുണ്ടോ?
മീനാക്ഷി, അങ്ങനെയൊക്കെ പോയാലോ? അവിടെ നിന്നേ എല്ലാം പറ്റി ദേഷ്യം വരുന്നുണ്ടോ? അവരുടെ ഞാൻ ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് നിനക്ക് ഇഷ്ടമായില്ലെന്ന് തോന്നുന്നല്ലോ. എങ്ങനെ ഇഷ്ടമാകാനാ? നിങ്ങളുടെ ബന്ധം, ആ ബന്ധത്തിന്റെ കടപ്പൊക്കെ അങ്ങനെയാണല്ലോ. ചേട്ടാ, എനിക്ക് ചേട്ടനോട് വഴക്കുണ്ടാക്കാൻ ഒട്ടും താല്പര്യമില്ല. ചേട്ടാ എന്തെങ്കിലും വേണമെങ്കിൽ പറ, ഞാനത് ചെയ്തു തരാം. ഓ, നിന്റെ വായി സൗണ്ട് ഉണ്ടായിരുന്നു. എനിക്കിഷ്ടായി. എനിക്ക് ഈ വിനാശിനായിരുന്നു വേണ്ടത്. പിന്നെ നീ എന്തോ ചെയ്തരാന്നൊക്കെ പറഞ്ഞ് ഞാൻ എന്ത് ചോദിച്ചാലും നീ ചെയ്തു തരുമോ? എനിക്കിപ്പോ കാര്യമായിട്ടൊന്നും നീ ചെയ്തു തരണ്ട. പക്ഷെ നീ ഇങ്ങനെ ചോദിച്ചപ്പോ നിന്നെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിപ്പിച്ചല്ലേ പറ്റൂ. ഓ, അമ്മയ്ക്ക് വിളിക്കാൻ കൊണ്ടായും. അമ്മ അമ്മേന്റെ ഭാഗമൊക്കെ ആയിട്ട് നിൽക്കുന്നേ. അമ്മ വീട്ടിലേക്ക് പോവാണോ? ആ, ഞാൻ വീട്ടിലേക്ക് പോവാ. പക്ഷേ നമ്മുടെ വീട്ടിലേക്കല്ല, പാലക്കാട്ടിലെ വീട്ടിലേക്ക്. അങ്ങോട്ടോ? അതെ ആന്റി, അങ്ങോട്ടോ? അങ്ങോട്ടിപ്പോ എന്തിനാ പോകുന്നേ? അത് പറയാനാ ഞാൻ ചേച്ചിയുടെ കൊണ്ട് നിങ്ങളൊക്കെ വിളിപ്പിച്ചത്. വീരു, നിന്റെ അച്ഛൻ മരിച്ച അന്നറിയാൻ നിന്നെ കൊണ്ട് പാലക്കാടേക്ക് പോയാനെ. പക്ഷെ ഞാനോട് പോകാതെന്ന് ഓരോരു കാര്യം കൊണ്ടാ. നിന്റെ ഭാവി ഓർത്തിട്ട് നിന്നെ നന്നായി പഠിപ്പിക്കണം, സ്വന്തം കാലം നിർത്തണം, ഒരു നല്ലടുത്ത് കല്യാണം കഴിച്ചയക്കണം. ഇതൊക്കെ ഓർത്തിട്ട് മാത്രം ഞാനിവിടെ തന്നെ. ഇതെല്ലാം നടന്നു കഴിഞ്ഞ് ഞാൻ നാട്ടിലേക്ക് പോകണമെന്ന് തന്നെ കരുതിയത്. പക്ഷെ ഇപ്പം ഇതൊക്കെ നടന്നു എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ എനിക്ക് നിന്റെ ഒരു നല്ല കുടുംബത്തെ ഏൽപ്പിക്കാൻ പറ്റി, ഒരു നല്ല ചെറുക്കൻ്റെ അടുത്ത് ഏൽപ്പിക്കാൻ പറ്റി. അതുകൊണ്ട് ഞാൻ എന്തായാലും നാട്ടിലേക്ക് പോവാ. അതെ ആന്റി, ആന്റി എന്താ പറഞ്ഞോണ്ടിരിക്കുന്നേ? പിള്ളേരെ ഞാൻ കാര്യമായിട്ടാ പറഞ്ഞത്. ഞാനെന്തായാലും തീരുമാനിച്ചുറപ്പിച്ച ഞാൻ എന്തായാലും ഇന്ന് തന്നെ പോകും. അത് പറയാൻ വേണ്ട ഞാൻ നിങ്ങളെല്ലാവരും വിളിപ്പിച്ചത്. അവ എങ്ങോട്ടും പോകത്തില്ല, ഞാൻ അമ്മ എങ്ങോട്ടും വിളർത്തൂല. അമ്മയ്ക്ക് കൊണ്ടെങ്കിലും പോണിച്ചപ്പോ പോക്കും, ഞാനും അമ്മയുടെ കൂടെ വരും. വീണു, നീ ചുമ്മാ കിടന്ന് വാശി പിടിക്കരുത്. വീരു, കരച്ചിരുന്നെടുത്ത് നീ തന്നെ ഓർക്ക്. ജീവിതകാലം മുഴുവൻ നിനക്ക് എൻ്റെ കൂടെ നിൽക്കാൻ പറ്റുമോ? നീ അങ്ങനെ എൻ്റെ കൂടെ നിൽക്കണമെന്ന് ഞാനും ആഗ്രഹിക്കുന്നില്ല. ഇപ്പം നിനക്ക് നിന്റെ ഒരു ഫാമിലി ഉണ്ട്. ജീവിതകാലം മുഴുവൻ ഇവരൊക്കെ നിന്റെ കൂടെ കാണും. അമ്മ അമ്മയില്ലാതെ കൊണ്ടും പറ്റില്ല. പ്ലീസ് പോകണ്ട. വീരു, കൊച്ചു പിള്ളേരെ പോലെ കിടന്ന് കരയില്ലേ? നിനക്ക് എൻ്റെ പരിപാടിക്ക് എന്നെ വിളിക്ക്, എന്നെ കാണുന്നു, അങ്ങോട്ട് പോര്. എല്ലാം കുറച്ച് കഴിയുമ്പോൾ ശരിയായിക്കോളും. പിന്നെ ഞാൻ ഇതിലെ പറഞ്ഞതിന് ഓർമ്മ ഉണ്ടല്ലോ, ആരെ കൊണ്ട് എന്നെ പോലെ കൊള്ളിലെന്ന് പറയിപ്പിക്കരുത്. പാർത്ത്, ആന്റിക്ക് പോണോ? പോണം. പോകാതെ പറ്റില്ല. മോനോട് എനിക്ക് ഒരേ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. വീടിൻ്റെ അകത്തോട്ട് നോക്കിക്കോണേ. എനിക്ക് ആണായിട്ട് പെണ്ണായിട്ട് അവൾ മാത്രമേ ഉള്ളൂ. അവൾക്ക് വേണ്ടി ഇത്രയും കൊണ്ട് ഞാൻ ജീവിച്ചത് പോലും. നോക്കണേ, ഒരിക്കലും കരയിപ്പിക്കല്ലേ. ആന്റി നോക്കിക്കോളാം. ത്രിലോക്, പോകും, അത് മാത്രം പറയൂ. ത്രിലോക്, എനിക്ക് പോണോടാ. അല്ലെങ്കിൽ പണ്ട് തൊട്ട് എനിക്കാരും ഇല്ലല്ലോ അല്ലേ? നിനക്ക് ആരുമില്ലെന്ന് ആരാ പറഞ്ഞത്? അന്നും നിനക്ക് എല്ലാവരും ഉണ്ടായിരുന്നു, ഇന്നും നിനക്ക് എല്ലാവരും ഉണ്ട്. നീ അത് മനസ്സിലാക്കാതെ. ഇപ്പൊ നിനക്ക് നെച്ചുണ്ട്. ഞാൻ പോവാ. ഇടയ്ക്കിടയ്ക്ക് സമയം കിട്ടുമ്പോൾ ഇങ്ങോട്ട് വരാം. നിനക്ക് സമയം കിട്ടുമ്പോൾ നീ അങ്ങോട്ടും വാ. പിന്നെ കുഞ്ഞുനാളിട്ട് ഇന്ന് വരെ നീ എപ്പോഴും മീനുവിൻ്റെ കൂടെ ഉണ്ടായെന്ന് എനിക്കറിയാം. എന്ത് പ്രശ്നം വന്നാലുള്ള കൂടെ കാണണേടാ, ഒറ്റയ്ക്കാക്കല്ലോ. പിന്നെ എൻ്റെ ലച്ചുമോളെ നോക്കിക്കോളും. എപ്പോഴും അവളെ സന്തോഷമായിട്ട് വെക്കണേ. ലച്ചു ആൻറ്റി, ലച്ചു, നിന്നെ ഞാൻ മീനൊരു പോലെ തന്നെയാണ് കണ്ടത്. എൻ്റെ സ്വന്തം ബോളായിട്ട്. മീനൊരു ചേച്ചി. അങ്ങനെ അതെന്തും അങ്ങനെ ആയിരിക്കും, അതെന്തും അങ്ങനെ ആകണം.
പിന്നെ എൻ്റെ ത്രിലോകപ്പാട് നോക്കിക്കോളെ. കുറച്ച് ദേഷ്യം കുടുംബമൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. പാവ, ഇത്ര നാൾ അവൻ്റെ എല്ലാ കാര്യത്തൊക്കെ ഞാനിവിടെ ഉണ്ടായിരുന്നു. ഇനിയെല്ലാം മോള് നോക്കിക്കോളെ. പിള്ളേരെ എന്താ ഞാൻ ഇറങ്ങുക. നിർമ്മ ചേച്ചി, അമ്മ, മഹ ചേച്ചി, ചേട്ടാ, എന്താ ശരി. പിന്നെ കടൽത്തേക്കും സിദ്ധ വരുമ്പോൾ ഞാൻ പോയെന്ന് പറഞ്ഞേക്കെ. ആൻറ്റി, ഞാൻ ആൻറ്റി ബസ് സ്റ്റോപ്പ് വരെ കൊണ്ടുവിടാം. വേണ്ടതല്ലോ, ദയവായിട്ടെന്നെ കൊണ്ടുവിട്ടോളൂ. എന്നാ ശരി. അമ്മ, വീരു, അമ്മ എന്തിനാ ഇട്ടേച്ച് പോയത്? എനിക്കിപ്പോ ആരുമില്ല. എടി നീ എന്താ പറയത്തെ? നിനക്ക് ആരുമില്ലെന്നോ? അപ്പൊ ഞാനാരാ തിന്നെ? വീരു, നിനക്ക് ഓർമ്മയുണ്ടോ പണ്ടാതി നിന്നെ കൊണ്ട് പാലക്കാട് പോകുന്ന സമയത്തൊക്കെ നിനക്ക് അവിടെ നിൽക്കാൻ ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല. നിനക്ക് ഇങ്ങോട്ട് വന്നെന്ന് പറഞ്ഞ് എപ്പോഴും വാശി പിടിച്ചുകൊണ്ടിരിക്കും. ഒരു ദിവസം നീ ഇങ്ങനെ വാശി പിടിച്ച് കരഞ്ഞ് നിനക്ക് വയ്യാതായി. അവസാനം അച്ഛൻ രാത്രി വന്ന് നിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു. പണ്ട് തൊട്ട് നിനക്ക് നിന്റെ നിർമ്മലമ്മയും ദേവച്ചനും പാർത്തും ലച്ചും ഇതൊക്കെയായിരുന്നു നിന്റെ ലോകം. പിന്നെന്താ നീ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നേ? അവരന്നും നിന്റെ കൂടെ ഉണ്ടായിരുന്നു, ഇനി അങ്ങോട്ടും അവർ നിന്റെ കൂടെ കാണും. ആരുമില്ലെങ്കിൽ ഞാൻ നിന്റെ കൂടെ കാണും. ജീവിതകാലം മുഴുവനും. വീരു, വീരു, ഞാൻ പോവാം. എനിക്കടുത്ത കാര്യമില്ല. ഓക്കെ? മീനു, നീ ആകെ മാറിപ്പോയി. ഞാൻ കുറച്ച് നാളെ കണ്ടുകൊണ്ടിരിക്കുന്ന മീനു എൻ്റെ പഴയ മീനു അല്ല. നിനക്ക് ഓർമ്മയുണ്ടോ, എൻ്റെ അച്ഛനും അമ്മയും മരിച്ച സമയത്ത് എന്നെ അപ്പച്ചിയും അമ്മാവനും കൂടെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഞാൻ കുഞ്ഞായിരുന്നു. എപ്പോഴും എന്നെ കാണാൻ ഇവിടെ നിന്ന് എല്ലാവരും തറവാട്ടിലേക്ക് വന്നുകൊണ്ടിരുന്നത്. ആദ്യമായിട്ടായിരുന്നു ഞാൻ ഈ വീട്ടിലേക്ക് വരുന്നത്. അന്ന് എൻ്റെ മുന്നിലേക്ക് ഒരു കുഞ്ഞു പെണ്ണ് വന്നു. അവൾ എൻ്റെ കൈ പിടിച്ചിട്ട് ചോദിച്ചു, നീ ലച്ചു അല്ലേ? ഞാനാന്ന് പറഞ്ഞു. അവൾ എന്നോട് പറഞ്ഞു, അന്ന് അതിന് തൊട്ട് നമുക്ക് കൂട്ടുകാരാകാമെന്ന്. അന്ന് അവൾ എൻ്റെ കൈ പിടിച്ചതാ, പിന്നെ ഒരിക്കലും വിട്ടിട്ടില്ല. അന്ന് തൊട്ട് നമ്മൾ ഒന്നിച്ചായിരുന്നു. നീ ഇല്ലാതെ എനിക്കും പറ്റില്ല, ഞാൻ ഇല്ലാതെ നിനക്കും പറ്റില്ല. നമ്മൾ സ്കൂളിൽ പോകുന്ന ഒന്നിച്ചായിരുന്നു, എല്ലാം നമ്മൾ ഒന്നിച്ചായിരുന്നു. മേടിക്കുന്ന ഡ്രസ്സ്, കുപ്പി, പാത്രം, ചെരുപ്പ്, ഒരു കല്ല്, പെൻസിൽ പോലും ആയാലും ഒരുപോലെ വേണം നമുക്ക്. എല്ലാവരും നമ്മൾ ചോദിക്കുമായിരുന്നു, നിങ്ങൾ സിസ്റ്റേഴ്സ് ആണോ? അപ്പം നമ്മൾ പറയും, അല്ല, ഞങ്ങൾ ഫ്രണ്ട്സാണ്. ശരിക്കും ഫ്രണ്ട്ഷിപ്പിനപ്പുറത്തേക്ക് നമ്മൾ സിസ്റ്റേഴ്സ് തന്നെയായിരുന്നല്ലേ. എന്നെ ഹോസ്റ്റലിൽ ആക്കാൻ പോവാന്ന് പറഞ്ഞപ്പോൾ ഇവിടെ കിടന്ന് കരഞ്ഞ് നിലവിളിച്ച മീനു. എല്ലാ സാറ്റ് അപ്പച്ചി കൊണ്ട് എന്നെ വിളിപ്പിച്ച് ഒരുപാട് സംസാരിക്കുന്ന മീനു. എപ്പോൾ വിളിച്ചാലും നീ എപ്പോഴാ വന്നെന്ന് ചോദിച്ചെൻ്റെ കാത് കഴിഞ്ഞാണ് മീനു. അവസാനം ഞാൻ വന്നപ്പോൾ എന്നെ ചേർത്ത് പിടിച്ച മീനു. 8 വർഷം എനിക്ക് തരാത്ത പേഴ്സണെ കുറച്ച് നാൾ കൊണ്ട് എനിക്ക് തന്ന മീനു. ആ മീനു ഇപ്പം എന്നെ വെറുത്തെന്നാ എനിക്ക് തോന്നുന്നത്. ഐ എം സോറി മീനു. ഞാനാ നിന്നോട് സോറി പറയുന്നത്. ഐ എം സോറി മീനു. ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ. മീനു, നീ ഞാൻ പാർത്തനെ സ്നേഹിച്ചെന്നുള്ള കാര്യം മറന്നേക്ക്. നീ അർജുനനെ സ്നേഹിച്ചെന്നുള്ള കാര്യം ഞാനും മറന്നേക്കാം. ഇതെല്ലാം നമുക്ക് മറക്കാം. നമ്മൾ രണ്ടുപേരും പഴയതുപോലെ, എല്ലാം പഴയതുപോലെ. ഓക്കെ അല്ലേ? ഞാനെല്ലാം നഷ്ടപ്പെടുത്താൻ തയ്യാറാ. കുറേയൊക്കെ ഞാൻ നഷ്ടപ്പെടുത്തി കഴിഞ്ഞു. പക്ഷെ എനിക്ക് നിന്നെ നഷ്ടപ്പെടുത്താൻ പറ്റില്ല. അതുകൊണ്ട് എനിക്ക് ഇപ്പോഴൊന്ന് സമാധാനമായത്. മീനുലച്ചൊന്നും പഴയതുപോലെ ആയല്ലോ. ആ ശരിയാ. ഇനി പാർട്ടിന്റെ മീനുവിന്റെ ഇടയിലെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് തീർക്കണം. പിന്നെ ത്രിലോകിന്റെ ലച്ചുവിന്റെ ഇടയിലെ പ്രശ്നങ്ങൾ എന്താണെന്നൊന്ന് അറിയണം.